നമസ്കാരം. നമുക്ക് കത്ത് വന്നിരിക്കുന്ന പാലക്കാട് നിന്നാണ്. ലതാദേവിയാണ് കത്ത് അയച്ചിരിക്കുന്നത്. പ്രോഗ്രാം സ്ഥിരമായി കാണാറുണ്ടെന്നും നല്ല മനസ്സമാധാനം തരുന്ന പ്രോഗ്രാമാണ് ഇതെന്നും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കത്ത് അയച്ചിരിക്കുന്നത് മകൾക്ക് വേണ്ടിയിട്ടാണ്. മൂലം ആദ്യ പാദമാണ് മകളുടെ ജനനം. ദോഷകരമായി പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒന്ന് വിശദീകരിക്കാമോ എന്ന് പറഞ്ഞിട്ടുണ്ട്. തൃക്കേട്ട നക്ഷത്രത്തിൻ്റെ ഒടുവിലത്തെ 1.5 മണിക്കൂർ, മൂലം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 1.5 മണിക്കൂർ, അതായത് തൃക്കേട്ട കഴിഞ്ഞാൽ അടുത്ത നക്ഷത്രം മൂലമാണ്. അപ്പോൾ തൃക്കേട്ട നക്ഷത്രത്തിൻ്റെ ഒടുവിലത്തെ 1.5 മണിക്കൂറും മൂലം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 1.5 മണിക്കൂറും ചേരുന്ന 3 മണിക്കൂർ നേരത്തെ അഭുക്ത സന്ധി എന്ന് പറയും. അതത്ര നല്ലതല്ല എന്ന് വിചാരിച്ചാൽ അങ്ങനെയും ജന്മമൊക്കെയുണ്ട്, നല്ലതല്ലെങ്കിലും. ആ ഭക്തിയിലും ഭുക്തിയിലും ഒക്കെ മനുഷ്യൻ ജനിക്കണ്ടേ. എന്താണ് അത് വരുന്നത്? ഒരു വംശത്തിൻ്റെ നാശം കുറിക്കും ആ വ്യക്തി എന്നാണ്, ആണായാലും പെണ്ണായാലും. കൂടുതലും സ്ത്രീകളെ സംബന്ധിച്ചാണ് ഈ ഭുക്തിദോഷം കൂടുതൽ പറയുന്നത്. കുടുംബവും സമൂഹവും സമുദായവും എല്ലാം നന്നാവാൻ ഒരു സ്ത്രീ മതി, നശിക്കാനും ഒരു സ്ത്രീ മതി. കുറച്ച് യാഥാർത്ഥ്യങ്ങൾ അതിനകത്തുള്ള സ്ഥിതിക്ക് ഈ ഭക്തിദോഷം സ്ത്രീകൾക്ക് ആണ് കൂടുതൽ ബാധിക്കുന്നത്. ഒരു കുലം അതിന്ന് കൂടുതലും കണ്ടുവരുന്നത് ആ ദോഷങ്ങൾ നിൽക്കുന്ന വ്യക്തികൾക്ക് രാജയോഗം, പഞ്ചമഹായോഗം, കേസരി, ഗജകേസരി, അനഭ, സുനഭ, അതുപോലെ തന്നെ ചാന്ദ്രയോഗങ്ങൾ, സൂര്യയോഗങ്ങൾ, മറ്റ് 64 തരം എസ്പെഷ്യലി യോഗനിലകൾ, സാമ്രാജ്യയോഗം, അഖണ്ഡ സാമ്രാജ്യയോഗം, നൃപവല്ലഭയോഗം, ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി വലിയ ശക്തിയുള്ള യോഗങ്ങൾ. ഈ യോഗങ്ങളിൽ തൃക്കേട്ട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 1.5 മണിക്കൂറും മൂലം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 1.5 മണിക്കൂറും ചേർന്ന ആ 3 മണിക്കൂറിനകത്ത് ഈ രാജയോഗമുള്ളവർക്ക് വലിയ ദോഷങ്ങൾ ഇല്ലാതെ തട്ടിയും തലോടിയും ഒക്കെ ചെറിയ കുളിർകാറ്റേറ്റൊക്കെ അങ്ങ് പോകും. ഒരു വംശത്തിൻ്റെ നാശം, ചിലപ്പം ജാതി മാറിയുള്ള കല്യാണം, ഗ്രഹനിലയെ പ്രത്യേകിച്ച് വേറൊന്നും കാണത്തില്ല. ആ സമുദായത്തിൽ ചിലപ്പം ഒരു കല്യാണം നടക്കുകയില്ലാതെ വരും. അത് ന്യൂനപക്ഷ സമുദായമായിരിക്കാം. അല്ലെങ്കിൽ പ്രത്യേകിച്ച് ആ ഒരു വിഭാഗത്തിൽ ആണുങ്ങൾക്ക് ജോലിയോ നല്ലൊരു സമ്പന്നതയോ ഒന്നുമില്ല. അല്ലെങ്കിൽ ഉള്ളവരൊക്കെ വലിയ വലിയ സ്ത്രീധനം ചോദിക്കുന്നവരും വലിയ വലിയ മണിമാളികകളും ഫ്ലാറ്റുകളും ചോദിക്കുന്നവരും ഒക്കെയാണ്. ഈ പെട്ട നക്ഷത്രക്കാർക്ക് ചിലപ്പം അതൊന്നും കൊടുക്കാനില്ല വരുമ്പോൾ ഒരുമാതിരി വള്ളികൾ കൊണ്ടുപോകും, മരത്തിൻ ഗുണമറിയും, ചുറ്റുപാട് നിൽക്കുന്ന മുരിങ്ങയിലും മുരിക്കയിലും കാഞ്ഞിരത്തേലും തേന്മാവിലും തെങ്ങയിലും ഒക്കെ ചുറ്റും സ്വാഭാവികം വംശദോഷം അതിന് അവിടെ കൊടുക്കാം. വംശത്തിന് നാശം വരുത്തുക, ജാതി മാറിയോ കുലം മാറിയോ ഉള്ള വിവാഹങ്ങൾ. അപ്പോൾ കാരണന്മാർ പറയും പുകഞ്ഞ കൊള്ളി പുറത്ത്, ഇനി അങ്ങനെ ഒരു ബന്ധമേ ഇല്ല. അപ്പം വംശം കെടുത്തുന്ന രീതികളിൽ ആയി. ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ എത്ര പണം ഉണ്ടെങ്കിലും ചിലർക്ക് ദാരിദ്ര്യം മാറുന്നില്ല. തക്ക സമയത്ത് അവർക്കത് മേക്കപ്പ് ചെയ്യാൻ, മെയിൻറ്റെയിൻ ചെയ്യാൻ അവരുടെ കയ്യിലെ പണം തികയാതെ യാചിക്കേണ്ടി വരും. അതിനെ ദാരിദ്ര്യം എന്ന് പറയും. അല്ലെങ്കിൽ പണവും കഴിവും എല്ലാം വെച്ചും കൊണ്ട് മനഃപൂർവ്വം അനുഭവിക്കാൻ യോഗമില്ലാതെ വരുന്നതിനെ ദാരിദ്ര്യം എന്ന് പറയും. ഇല്ലായ്മ കൊണ്ട് വരുന്നതിനെ ദാരിദ്ര്യം എന്ന് പറയും. പല രീതിയിലാണ് 10-18 തരത്തിൽ ദാരിദ്ര്യങ്ങൾ പറയുന്നുണ്ട്. വംശഛേദവും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പല രീതികളിൽ വരുന്നുണ്ട്. ഉയർന്ന കുടുംബത്തിലേക്ക് ഉന്നത കുലജാതനെയോ ഉന്നത കുലജാതിയോ വിവാഹം കഴിച്ച് പോകുന്നതും വംശത്തിന് ദോഷമാണ്. പക്ഷേ അതാരും മിണ്ടുന്നില്ല. താഴോട്ട് പോകുമ്പോഴാണ് സാമ്പത്തികപരമായും സൗന്ദര്യവും ഒക്കെ താഴോട്ട് പോകുമ്പോഴാണ് പുകഞ്ഞ കൊള്ളി പുറത്ത്. വലിയ കുടുംബത്തിലോട്ടാക്കി കയറുന്നെങ്കിൽ അതിപ്പം വലിയ വലിയ കുടുംബങ്ങൾ നടക്കുന്ന കാര്യമില്ലയോ, അതുകൊണ്ട് എന്താ കുഴപ്പം? അതൊന്നും കുഴപ്പമില്ല, അവർക്ക് ഇവിടെ പരമാനന്ദമാണ്, അതാണ് ഇതാണ്, മാടയാണ് കോഴയാണ്. സംഭവം രാജയോഗമുണ്ട്, അതുകൊണ്ടാണ് അത് യോഗം തേച്ച് മായ്ച്ച് കളയുന്നത്. തൽക്കാലമുള്ള വേർപ്പ് മാറ്റം ചന്ദ്രിക സോപ്പിട്ട് മാറ്റുന്ന പോലെ.
പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ എല്ലാവരും പറയും. അപ്പോൾ വംശനാശം, ദാരിദ്ര്യം, ദാസ്യവൃത്തി എന്ന് പറഞ്ഞാൽ എന്തെല്ലാം ഉണ്ടെന്നുണ്ടെങ്കിലും എത്രയെല്ലാം കൊണ്ട് ചെന്നാലും അടുക്കളപ്പണി മുതൽ ചെയ്യേണ്ടതായിട്ട് വരിക. ഒരു കുടുംബത്തിൽ വലിയ പോസ്റ്റിലുള്ള ഗവൺമെൻറ് ജോലിയാണെങ്കിലും സ്വന്തം ഭർത്താവിൻ്റെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴത്തേനും അവിടെ ദാസ്യമായിട്ട് നിൽക്കേണ്ടി വരിക. ഒരു വേലക്കാരത്തിയുടെ കോള് അക്ഷരാർത്ഥത്തിൽ, അല്ലെങ്കിൽ അതുപോലെയുള്ള മനോഭാവമാണ് ഏറ്റവും വലുത്. ഇങ്ങനെയൊക്കെയുള്ള ഇതാണ് ഈ ഭുക്തി ദോഷം കൊണ്ട് വരുന്നത്. പിന്നെ ക്രമേണ സമ്പത്തുകൾ നശിച്ച് വരിക. ഇതിനുമൊക്കെ നവഗ്രഹപ്രീതിയും തിങ്കളാഴ്ച ഒരിക്കൽ, ഷഷ്ടി ഒരിക്കൽ, ഇങ്ങനെയുള്ള വഴിപാടുകളുമൊക്കെ പറയുന്നുണ്ട്. അതിനേക്കാൾ ഉപരിയായിട്ടുള്ള കർമ്മങ്ങളുമൊക്കെ ഉണ്ട്. ഏതായിരുന്നാലും ഈ ഭുക്തിദോഷത്തിന് പൊതുവെ ജാതക നില വെച്ച് ഉള്ള പ്രതിവിധിക കർമ്മങ്ങളൊക്കെ ചെയ്ത് ശാന്തിയും സമാധാനവും ക്രമാനുഗതമായി ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. നന്ദി, നമസ്കാരം.